എല്ലാ തോൽവികൾക്ക് മുൻപും CKCയുടെ ഇതുപോലെയുള്ള വീരവാദങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. തോൽവിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് തൊട്ടു മുൻപ് വരെയുള്ള ഓവർ കോൺഫിഡൻസ്. ഒരു പരിധിവരെ അത് നല്ലതുമാണ്. പക്ഷേ ഇത്തവണ എന്തു പറ്റി CKC? ആ അമിത ആത്മവിശ്വാസം പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയോ? ഗൗതമിന് മുൻപിൽ പലതവണ പല ടെൻഡറുകളിൽ നിങ്ങൾ തോറ്റ് തുന്നം പാടിയിട്ടുണ്ട്. ചതിപ്രയോഗത്തിലൂടെ നേടിയെടുത്ത വിജയം പോലും ഞാൻ കളത്തിലിറങ്ങി കളിച്ച് തിരിച്ചു പിടിച്ചിട്ടുമുണ്ട്. എന്താ CKC, ചരിത്രം മറന്നതോ അതോ മറന്നതായി അഭിനയിക്കുന്നതോ? അന്നൊക്കെ നിങ്ങൾ തോറ്റത് മുഴുവൻ ആവർത്തിച്ച് ബിസിനസ് ഐക്കൺ അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ഗൗതം ഗോപിനാഥ് എന്ന തലയെടുപ്പുള്ള ബിസിനസ്സുകാരന്റെ മുൻപിലാണ്. സത്യം പറയാലോ, നല്ല അന്തസ്സുള്ള തോൽവി. പക്ഷേ ഇന്ന് നിങ്ങൾ തോൽക്കാൻ പോകുന്നത് നിങ്ങൾ പറഞ്ഞ നിധി എന്ന പീറ പെണ്ണിന് മുൻപിലാണ് CKC. ചരിത്രവും പഴങ്കഥകളും ഒക്കെ വിട്ടുകളവച്ചേ, ഇത് പുതിയ കാലമാ, പുതിയ തന്ത്രങ്ങളാ. അതിൽ നിനക്കെന്നല്ല, നിന്റെ കെട്ടിയോൻ സാക്ഷാൽ ഗൗതം ഇറങ്ങി വന്ന് കളിച്ചാൽ പോലും കാലിടറിപ്പോവും. ഇന്നത്തെ ഹൈടെക് സിറ്റി പ്രോജക്ടിന്റെ ടെൻഡർ CKC എന്റർപ്രൈസസിന് അവകാശപ്പെട്ടതാണെന്ന് ദൈവം തിരുത്തി എഴുതി വെച്ച് കഴിഞ്ഞു. ഇത് സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കി കളിക്കാൻ പറ്റുന്ന കളിയല്ല മോളെ. ബിസിനസ് ഞങ്ങൾ ഉറക്കം ഒഴിച്ചിരുന്ന് കാണാപ്പാടം പഠിച്ചതല്ല, പാരമ്പര്യമാണ്. രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാ. ആ ഞങ്ങളോട് മുട്ടാനുള്ള ത്രാണിയൊന്നും നിനക്കില്ല നിധി. ആ പാരമ്പര്യത്തിന്റെ കഥ ഈ നിൽക്കുന്ന ജ്യോതിർമായി പറഞ്ഞ ഞാൻ അംഗീകരിച്ചു തന്നേനെ. പക്ഷേ ഈ സ്ത്രീയുടെ അച്ഛന്റെ ഡ്രൈവർ പോസ്റ്റിൽ നിന്നും ഇവരുടെ ഭർത്താവ് ഉദ്യോഗത്തിലേക്കുള്ള പ്രൊമോഷന്റെ കഥ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഉറക്കം ഒഴിഞ്ഞിട്ടായാലും കല്ലു പെൻസിൽ കൊണ്ട് സ്ലേറ്റിൽ പല ആവർത്തി എഴുതി പഠിച്ചിട്ടായാലും ദേ ഇതിനുള്ളിൽ ഞാൻ തയ്യാറാക്കിയ ഒരു കൊട്ടേഷൻ ഇരിപ്പുണ്ട്. ഇതെന്റെ ബുദ്ധിയല്ല, എന്റെ അധ്വാനത്തിന് ഗൗതമിന്റെ ബുദ്ധിവൈഭവം ഊർജം പകർന്ന് ഒരു എമൗണ്ട് ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കായാൽ പിന്നെ CKCയും ജ്യോതിർമയും പറയുന്നത് കേൾക്കാൻ നിങ്ങളുടെ മുൻപിൽ പഞ്ചപുച്ഛം അടക്കി നിന്ന് തരും ഈ നിധി. ഓഹോ, അപ്പൊ ഇവിടുന്ന് നീ വാലും മുറിഞ്ഞ് തിരിച്ചു പോകുന്ന ഉറപ്പിക്കുക അല്ലേ? കളത്തിന് പുറത്തു വെച്ചുള്ള വെല്ലുവിളികളിൽ താല്പര്യമില്ല എനിക്ക്. വാ, അകത്താണ് അങ്കത്തട്ട്, നമുക്ക് അവിടെ വെച്ച് കാണാം. ടെൻഡറിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോ ഇവിടെ എന്ത് ചെയ്യണം ജ്യോതി? ചെയ്യുന്നത് CKC ആയിരിക്കില്ല, ഞാനായിരിക്കും. പണ്ടെന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് ഇവളെന്റെ മുഖത്തടിച്ച ഓർമ്മ ഇപ്പോഴും മായാതെ നിൽപ്പുണ്ട്. ഇന്നാ ടെൻഡർ ഹോളി വെച്ച് അവളുടെ തോൽവിക്കൊപ്പം അതുകൂടി ഞാൻ തിരിച്ചു കൊടുക്കും. വാ CKC. നമുക്കൊന്ന് അങ്ങനെ ചെയ്താൽ മതി. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓൾ ആർ വെൽക്കം. ഹൈടെക് സിറ്റിയുടെ ഈ പ്രോജക്റ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത ലീഡിംഗ് കമ്പനികൾ മാത്രമാണ് ഈ ടെൻഡറിൽ പങ്കെടുക്കുന്നത്. ടെൻഡർ പ്രോജക്റ്റ് എമൗണ്ട് ഏറ്റവും കുറച്ച് ഏത് കമ്പനിയാണോ കോട്ട് ചെയ്തിരിക്കുന്നത് ആ കമ്പനിക്കായിരിക്കും ഈ പ്രോജക്റ്റ് പോകുന്നത്. നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ടെൻഡർ കവറുകൾ നിങ്ങൾക്ക് ഈ ബോക്സിലേക്ക് ഇടാം. വെറുതെ ഒരു കവർ വേസ്റ്റ് ആക്കി കളഞ്ഞല്ലോ നിധി നീ. വെയിറ്റ് ആൻഡ് സീ മിസ്റ്റർ CKC. എല്ലാവരും കവറുകൾ ബോക്സിലേക്ക് ഇട്ടല്ലോ. ഇനി നമുക്ക് ആ കവറുകൾ എടുത്ത് ഓരോരുത്തരും കോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ടുകൾ നോക്കി അതിൽ ഏറ്റവും കുറഞ്ഞ എമൗണ്ടിലേതിൽ കൊട്ടേഷൻ ഉറപ്പിക്കാം. ഓക്കെ? ഓക്കെ സർ. ആ എടുക്ക്.